നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം മനസ്സിലാക്കിക്കൊണ്ടാണെന്ന് ശിവഗിരി ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ. മഹാത്മാഗാന്ധിയുടെ സത്യസന്ധതയും ആദർശശുദ്ധിയുമുള്ളയാളാണ് പ്രധാനമന്ത്രി. സാത്വിക ശുദ്ധിയുള്ളയാളാണ് അദ്ദേഹമെന്ന് എനിക്ക് ബോധ്യമുണ്ടെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. അദ്ദേഹം ഒരു മതത്തെയും തള്ളിക്കളയുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ലെന്നും സച്ചിദാനന്ദ പറഞ്ഞു. മോദിയെ കാണുന്നത് മഹാത്മാഗാന്ധിയുടെ പ്രതീകമായാണെന്ന് ചൊവ്വാഴ്ച മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷത്തിൽ സംസാരിക്കവേ സ്വാമി സച്ചിദാനന്ദ പറഞ്ഞിരുന്നു. ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തുകയായിരുന്നു അദ്ദേഹം. എല്ലാ അർത്ഥത്തിലും മോദിക്ക് ക്ലീൻ ചീറ്റ് നൽകുകയാണ് ശിവഗിരി മഠം. കേരള രാഷ്ട്രീയത്തിലടക്കം ഇത് ചലനമുണ്ടാക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. സ്വാമിയുടെ വാക്കുകളെ എങ്ങനെ കേരളം ചർച്ച ചെയ്യുമെന്നതാണ് ഇനി നിർണായകം. മോദിയുടെ പ്രവൃത്തിയിൽ ഒരിക്കലും താൻ രാഷ്ട്രീയം കണ്ടിട്ടില്ലെന്ന് സ്വാമി പറഞ്ഞു. എനിക്ക് രാഷ്ട്രീയമില്ല, ശിവഗിരി മഠത്തിന് രാഷ്ട്രീയമില്ല. ഞാൻ നേരിൽ കണ്ട കാര്യമാണ്. ഒരു മന്ത്രിമാരുടെയോ അതുപോലെ തന്നെ പാർട്ടി നേതാക്കളുടെയോ BJPക്കാരുടെയോ ആരുടെയും പ്രത്യേകമായ ശുപാർശയൊന്നും കൂടാതെ തന്നെ അദ്ദേഹം നേരിട്ട് ശിവഗിരി മഠവുമായി ബന്ധപ്പെടുകയും അദ്ദേഹം നേരിട്ട് തന്നെ തീയതി നിശ്ചയിച്ച് അനുവദിക്കുകയുമാണ് ചെയ്തത്. ശിവഗിരിയോടുള്ള വലിയ ആത്മാർത്ഥതയാണ് അതിൽ നിന്നും നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നത്. ചാതുർവർണ്ണ്യ വ്യവസ്ഥയും ജാതി വ്യവസ്ഥയും ഒക്കെ ഇന്ത്യയെ സംബന്ധിച്ച് തീരാശാപങ്ങളാണ്. ചാതുർവർണ്ണ്യ വ്യവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു ഭാരതം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല, സ്വാമി പറഞ്ഞു. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും പരിപാടിക്ക് ക്ഷണിച്ചിരുന്നുവെങ്കിലും അവർ വന്നില്ലെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. തനിക്കും ശിവഗിരി മഠത്തിനും രാഷ്ട്രീയമില്ലെന്നും ശിവഗിരിയോടുള്ള ആത്മാർത്ഥതയാണ് മോദിയിൽ കാണുന്നതെന്നും ചാതുർവർണ്ണ്യ ജാതി വ്യവസ്ഥകൾ നാടിന്റെ ശാപമാണെന്നും സച്ചിദാനന്ദ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പറഞ്ഞു. മോദിയുടെ പ്രവൃത്തിയിൽ ഒരിക്കലും താൻ രാഷ്ട്രീയം കണ്ടിട്ടില്ലെന്ന് സ്വാമി പറഞ്ഞു. മോദി ഒരു മതത്തെയും തള്ളിപ്പറഞ്ഞതായി ചരിത്രമില്ല. എല്ലാവരെയും ഉൾക്കൊണ്ടാണ് നരേന്ദ്രമോദി പ്രവർത്തിച്ചത്. പറഞ്ഞതിൽ രാഷ്ട്രീയമില്ലെന്നും സ്വാമി സച്ചിദാനന്ദ ഡൽഹിയിൽ പറഞ്ഞു. ഡൽഹി വിജ്ഞാൻ ഭവനിൽ ഗുരുദേവൻ ഗാന്ധിജി കൂടിക്കാഴ്ച ശതാബ്ദിയുടെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തവെയാണ് മോദിയെ പ്രശംസ കൊണ്ട് സ്വാമി പൊതിഞ്ഞത്. ഇത് ചർച്ചയായ സാഹചര്യത്തിലാണ് വീണ്ടും നിലപാട് വിശദീകരിച്ചത്. പ്രധാനമന്ത്രിയെ താൻ ഗാന്ധിജിയുടെ ആത്മപ്രതീകമായി കാണുന്നു. ഗുരു ഇന്ത്യയുടെ ആത്മാവാണെന്ന് പറഞ്ഞ ആളാണ് നരേന്ദ്രമോദി. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത് പറയുന്നത്. ശിവഗിരി മഠത്തോട് എന്നും ആഭിമുഖ്യമുള്ള ആളാണ് മോദി. 2013 ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ ആദ്യം വന്നു. ഗുരു ഗാന്ധിജി ശതാബ്ദി ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നേരിട്ട് അറിയിക്കുകയായിരുന്നു. ആരുടെയും ശുപാർശ വേണ്ടി വന്നില്ല. ഇങ്ങനെയൊരു പ്രധാനമന്ത്രി ആദ്യമാണ്. ഗുരുവിന്റെ വിശ്വദർശനം അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഗുരുദേവനോടും ശിവഗിരിയോടും വലിയ ആദരവ് കാണിക്കുന്നു. ശിവഗിരിക്കായി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചെന്നും സ്വാമി സച്ചിദാനന്ദ ചടങ്ങിൽ പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാഗാന്ധിയുടെയും സംഭാവനകൾ മാതൃകാപരമാണെന്ന് മോദി പറഞ്ഞിരുന്നു. 100 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ശ്രീനാരായണ ഗുരുദേവന്റെയും മഹാത്മാഗാന്ധിയുടെയും കൂടിക്കാഴ്ച ഏറെ പ്രസക്തവും പ്രചോദനകരവുമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ മുഴുവൻ മാനവരാശിക്കും ഒരു വലിയ നിധിയാണ് അദ്ദേഹം